നമസ്കാരം, ഇത് ഫിൽമി ബീറ്റ് മലയാളം. എത്ര യുവതാരങ്ങൾ മലയാള സിനിമയിലേക്ക് ചുവടുവെച്ചാലും ഭൂരിഭാഗം ആരാധകരുടെയും മനസ്സിലെ താരരാജാവ് മോഹൻലാലും മമ്മൂട്ടിയുമൊക്കെ തന്നെയാണ്. ഒട്ടേറെ അസാധാരണമായ വേഷങ്ങൾ ഇരുവരും മലയാള സിനിമയിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. ഇതിൽ മോഹൻലാലിന്റെ വേഷങ്ങളിലേക്ക് വരാം. തന്റെ പ്രതിഭ തെളിയിക്കുന്ന ഒട്ടേറെ കഥാപാത്രങ്ങൾ ലാലേട്ടന്റേതായി മലയാള സിനിമയിലുണ്ട്. മലയാള സിനിമയിലെ മറ്റു താരങ്ങൾക്ക് അസൂയ തോന്നുന്ന വേഷങ്ങളായിരുന്നു ലാലേട്ടൻ ചെയ്തവയിൽ കൂടുതലും. അത്തരത്തിലുള്ള ചിത്രങ്ങളിലൊന്നാണ് പാദമുദ്ര. 1988 പുറത്തിറങ്ങിയ ചിത്രമാണിത്. ആർ സുകുമാരൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഡബിൾ റോളിലാണ് മോഹൻലാൽ എത്തിയത്. അച്ഛനായും മകനായും വേഷമിട്ടത് മോഹൻലാൽ തന്നെ. മികച്ച അഭിനയം കാഴ്ചവെച്ച മോഹൻലാലിന് ആ വർഷത്തെ മികച്ച നടനുള്ള ഫിലിം ഫെയർ അവാർഡ് ലഭിച്ചു. 1991 ജി അരവിന്ദൻ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു വാസ്തുഹാര. വേണു എന്ന കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ ലാലേട്ടൻ അവതരിപ്പിച്ചത്. തങ്ങളുടേതല്ലാത്ത കുറ്റം കൊണ്ട് അഭയാർത്ഥികളാക്കുന്ന മനുഷ്യരുടെ ആത്മവേദനകൾ സംവേദനം ചെയ്യുന്ന ചിത്രമാണ് വാസ്തുഹാര. പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നുമുണ്ടായ അഭയാർത്ഥി പ്രവാഹമാണ് ചിത്രത്തിന്റെ പ്രമേയം. മോഹൻലാലിന്റെ കരിയറിലെ മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നാണ് ഈ ചിത്രം. ഇന്നും പ്രസക്തമാണ് ചിത്രത്തിന്റെ പ്രമേയം. മോഹൻലാലും ആർ സുകുമാരനും ഒന്നിച്ച ചിത്രമാണ് രാജശില്പി, ശിവന്റെയും പാർവതിയുടെയും പുരാണ കഥ. ചിത്രത്തിൽ മോഹൻലാൽ അവതരിപ്പിച്ച ശംഭു എന്ന കഥാപാത്രം ഏറെ നിരൂപക പ്രശംസയും പ്രേക്ഷക ശ്രദ്ധയും നേടിയിരുന്നു. 92 രാജശില്പി പുറത്തിറങ്ങുന്നത്. 99 മോഹൻലാലിന്റെ വാനപ്രസ്ഥം എത്തുന്നത്. വ്യത്യസ്തമായ ലുക്ക് കൊണ്ടും അഭിനയ മികവ് കൊണ്ടുമൊക്കെ വാനപ്രസ്ഥം ഇന്നും ലാലേട്ടന്റെ കരിയറിലെ മികച്ച ചിത്രങ്ങളിൽ ഒന്നാണ്. ലാലേട്ടന്റെ ബെസ്റ്റ് പെർഫോമൻസുകളിൽ ഒന്ന്. കുഞ്ഞിക്കുട്ടൻ എന്ന കഥകളി ആർട്ടിസ്റ്റായാണ് മോഹൻലാൽ എത്തിയത്. ഷാജി എൻ കരുണൻ സംവിധാനം ചെയ്ത ചിത്രം അന്താരാഷ്ട്ര തലത്തിലും ശ്രദ്ധ നേടിയിരുന്നു. മോഹൻലാലിന് മികച്ച നടനുള്ള ദേശീയ അവാർഡ് ലഭിക്കുന്ന രണ്ടാമത്തെ ചിത്രം കൂടിയായിരുന്നു വാനപ്രസ്ഥം. 2002 ആകാശഗോപുരം പുറത്തിറങ്ങുന്നത്. KP കുമാരനാണ് ചിത്രം സംവിധാനം ചെയ്തത്. ആൽബർട്ട് സാംസൺ എന്ന കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ മോഹൻലാൽ അവതരിപ്പിക്കുന്നത്. ലണ്ടന്റെ പശ്ചാത്തലത്തിലാണ് ചിത്രം ഒരുക്കിയത്. ഒരു അസാധാരണ കഥാപാത്രമാണ് ആൽബർട്ട് സാംസൺ. ആൽബർട്ടിനെ അഭിനയിച്ച് ഫലിപ്പിക്കുന്നതിൽ മോഹൻലാൽ എന്ന നടൻ 100% വിജയിച്ചു എന്ന് തന്നെ പറയാം. ഇത്തരത്തിൽ മോഹൻലാലല്ലാതെ മറ്റാര് ചെയ്താലും നന്നാകില്ല എന്ന് നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരുപിടി കഥാപാത്രങ്ങൾ തന്നെയാണ് ലാലേട്ടന്റെ വിജയവും. അതിനുദാഹരണമാണ് മേൽപ്പറഞ്ഞ ചിത്രങ്ങളൊക്കെ. ഇതിലെ കഥാപാത്രങ്ങളെല്ലാം നിങ്ങൾ എടുത്തു നോക്കുക. ഇത് കൂടാതെ ലാലേട്ടന്റെ ബെസ്റ്റ് പെർഫോമൻസ് ഏതൊക്കെയാണ്, നിങ്ങളുടെ ഫേവറേറ്റ് മോഹൻലാൽ ചിത്രങ്ങൾ ഏതൊക്കെയാണ്, ഇതെല്ലാം ഫിൽമി ബീറ്റുമായി പങ്കുവയ്ക്കുക ഒരു കമന്റിലൂടെ. ഫോർ ലേറ്റസ്റ്റ് ന്യൂസ്, ലൈക്ക് ഇറ്റ്, ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിൽമി ബീറ്റ് മലയാളം.